ഹലോ കൂട്ടുകാരെ, 3 കോമറ്റ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മധുരയിലേക്കാണ്. ഡയറക്റ്റ് മധുരയിലേക്കല്ല പോകുന്നത്, താഴെ തമിഴ്നാട്ടിൽ ഇറങ്ങി അവിടെയുള്ള ചെറിയ കാഴ്ചകളൊക്കെ കണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പം നമ്മുടെ കേരള ബോർഡർ കടന്ന് താഴെ തമിഴ്നാട്ടിലേക്കുള്ള യാത്രയാണ് നിങ്ങളീ കാണുന്നത്. നമ്മുടെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിഗംഭീരമായ കാഴ്ചയാണ് കേട്ടോ തമിഴ്നാടിൻ്റേത്. എന്ത് ഭംഗിയാണെന്നറിയാമോ? വിൻമില്ല്, പാടങ്ങൾ എല്ലാം നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. അതിലെല്ലാം ഉപരി നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകുന്ന വെള്ളം വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാണ്ട് വെള്ളം കൊണ്ടുവന്ന പെൻസ്ട്രോക്ക് പൈപ്പുകളാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കുട്ടികളുമൊക്കെ ആയിട്ട് താഴെ ഞങ്ങൾ താഴെ ലോവർ ക്യാമ്പിലേക്ക് എത്തി. നാട്ടിലെ തെങ്ങും തോപ്പുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തെങ്ങും തോപ്പുകളാണ്, പക്ഷേ കൂടുതലും അവർ കരിക്കിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കൂട്ട് നല്ല വിളഞ്ഞ നല്ല കാമ്പുള്ള തേങ്ങയായിട്ട് ഇവിടെ കിട്ടാൻ പാടാണ്. പക്ഷെ ഒരുപാട് തെങ്ങുകൊണ്ട് കരിക്കിന് വേണ്ടി അവർ യൂസ് ചെയ്യാൻ ഈ തെങ്ങ് കൊള്ളാം. നമ്മുടെ അവിടുത്തെ കൂട്ട് നല്ല വിളഞ്ഞ തേങ്ങ കിട്ടാൻ പാടാണ്. ആ ദൂരെ കാണുന്നത് കേരളത്തിൻ്റെ സ്വന്തം മലനിരകളാണ് കേട്ടോ. അവിടെ വെള്ളച്ചാട്ടം കണ്ടോ? അതാണ് അരുവിക്കുഴി വാട്ടർഫോൾസ്. തമിഴ്നാടിൻ്റെ മനോഹാരിതയാണ് ഇതൊക്കെ. നല്ല പ്ലെയിൻ ലാൻഡ്, ചുറ്റോട് ചുറ്റും നമ്മുടെ കേരളത്തിൻ്റെ മലനിരകൾ. അത് തമിഴ്നാടിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു ബ്യൂട്ടിയാണ്. ഈ പ്ലെയിൻ ലാൻഡ് ഇങ്ങനെ പരന്ന് കിടക്കുക, നല്ല കൃഷിയിടങ്ങൾ, നല്ല റോഡുകൾ. അപ്പം നമ്മൾ മുന്തിരിത്തോട്ടത്തിലോട്ട് ഇറങ്ങുവാണേ. അപ്പം ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിനകത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് നടക്കുവാണ്. നമ്മുടെ മുന്തിരിത്തോപ്പ് ബാക്കിൽ കാണാൻ പറ്റും. ഇത് നമ്മുടെ ട്രഡീഷണൽ വൈൻ ഷോപ്പ് പോലെ മുന്തിരി വൈൻസ് അവർ കൊടുക്കുന്ന സ്ഥലമാണ്. ആൽക്കഹോൾ ഫ്രീ മുന്തിരി വൈനുകളാണ് ഈ തോപ്പിൽ തന്നെ അവർ തന്നെ പ്രൊഡ്യൂസ് ആണെന്ന് തോന്നുന്നു അല്ലേ? മുന്തിരിങ്ങയൊക്കെ നല്ലപോലെ ഉണ്ടായി നിൽക്കുവാണ്. നല്ല പച്ചയാണല്ലേ? അപ്പുറത്ത് പഴുത്ത് റൈപ്പായ മുന്തിരിങ്ങ അപ്പുറത്തുണ്ട്. ഇത് പച്ചയായി കൊലകൊലയായി നിൽക്കുവാണ്. കൊള്ളാമോ മീര? ആൽഫി തിന്നു, മുന്തിരിങ്ങ തിന്നു കഴിഞ്ഞു. ആ, നമുക്ക് അപ്പുറത്ത് കാണാം. തണലൊക്കെയാണ്, നല്ല രസമാണ്. നമുക്ക് അപ്പുറത്ത് നല്ല പഴുത്ത മുന്തിരിങ്ങ നിൽക്കുന്നതാണ്. ഇറിഗേഷൻ സിസ്റ്റമാണ് ഇത്. ഒരു സൈഡിലങ്ങ് തുറന്നു വിട്ടാൽ മതി, ഇതെല്ലാം ഡ്രിപ്പ് ചെയ്തോളും. കണ്ടില്ലേ, ഓരോന്നിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം ഡ്രിപ്പ് ചെയ്ത് പോക്കോളും. ഡോണ്ട് പ്ലഗ് ദ ഗ്രേപ്സ്. 500 രൂപ കയ്യിലുണ്ടെങ്കിൽ മാത്രം മുന്തിരിയെ തൊടാൻ പാടുള്ളൂ. അങ്ങനെ മുന്തിരിത്തോപ്പെല്ലാം കണ്ട് ഞങ്ങൾ പയ്യെ അവിടുന്ന് ടാറ്റ ബബയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അന്നേരം താണ്ടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ജ്യൂസ് കൗണ്ടർ കണ്ടു. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മുന്തിരിത്തോപ്പിൽ മുന്തിരിങ്ങ പറിച്ച് വെള്ളമൊന്നും ചേർക്കാതെ നല്ല ജ്യൂസ് ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. മുന്തിരി ജ്യൂസ് കുടിക്കുകയാണ് ആൽഫി. എങ്ങനെയുണ്ട്? വെള്ളം ഒന്നും ആഡഡ് അല്ല,
അതിന്റെ കളർ ഉണ്ടോ? ആ അതെ അതെ. നോ ആഡഡ് വാട്ടർ, ഷുഗർ. ഷുഗർ ഉണ്ട്, ഇച്ചിരി ആഡഡ് ഷുഗർ ഉണ്ട്. അത് ഞാൻ കണ്ടായിരുന്നു ഇടുന്നത്. പക്ഷെ നല്ല മധുരം, അടിപൊളി. ഇങ്ങനെ മുന്തിരിത്തോപ്പിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ബാക്കി യാത്രയുടെ വിശേഷങ്ങൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോണേ.